ജില്ലാ വിനോദസഞ്ചാര വകുപ്പിന്റെ നേതൃത്വത്തിൽ നടത്തുന്ന 4ാമത് മൂന്നാർ പുഷ്പമേള മെയ് 1 മുതൽ 10 വരെ നടക്കും. ദേവികുളം റോഡിലുള്ള വിനോദസഞ്ചാര വകുപ്പിന്റെ ബൊട്ടാണിക്കൽ ഗാർഡനിലാണ് പുഷ്പമേള നടത്തുന്നത്. മൂന്നാറിന്റെ തനത് പൂക്കൾക്കൊപ്പം വിദേശി ഇനങ്ങൾ ഉൾപ്പെടെ പുതിയ 400-ലധികം തരത്തിലുള്ള പൂക്കളും ചെടികളുമാണ് മേളയുടെ ഭാഗമായി ഒരുക്കിയിരിക്കുന്നത്. തെക്കിന്റെ കാശ്മീർ കാണാനെത്തുന്നവരെ കാത്ത് പൂക്കളുടെ വർണ്ണക്കാഴ്ചകളും ഒരുങ്ങുകയാണ്. DTPCക്ക് കീഴിലുള്ള മൂന്നാർ ദേവികുളം റോഡിലെ ബൊട്ടാണിക്കൽ ഗാർഡനിൽ മെയ് 1 മുതൽ 10 വരെയാണ് പുഷ്പമേള നടക്കുന്നത്. മൂന്നാറിന്റെ തനത് പൂക്കൾക്കൊപ്പം വിദേശി ഇനങ്ങൾ ഉൾപ്പെടെ പുതിയ 400-ലധികം തരത്തിലുള്ള പൂക്കളും ചെടികളുമാണ് മേളയുടെ ഭാഗമായി ഒരുക്കിയിരിക്കുന്നത്. വിദേശ രാജ്യങ്ങളിൽ നിന്നുള്ള അസീലിയ, റോസ്, ഓർക്കിഡ്, ആന്തൂറിയം എന്നിവ ഇത്തവണത്തെ മേളയുടെ പ്രത്യേകതയാണ്. അവധിക്കാലത്ത് മൂന്നാറിലേക്ക് കൂടുതൽ സഞ്ചാരികളെ ആകർഷിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് പുഷ്പമേള സംഘടിപ്പിക്കുന്നതെന്ന് ദേവികുളം MLA അഡ്വക്കേറ്റ് A. രാജ പറഞ്ഞു. 100ഓളം വിദേശത്ത് നിന്ന് കൊണ്ടുവന്ന പുതിയ പൂക്കളാണ് ഈ ഫ്ലോർ ഷോയുടെ ഭാഗമായി നമ്മൾ ഒരുക്കാൻ ഉദ്ദേശിക്കുന്നത്. അതേപോലെ ലൈറ്റിംഗ് സിസ്റ്റം ബൊട്ടാണിക്കൽ ഗാർഡനിൽ നിലവിൽ തന്നെ ഒത്തിരി ലൈറ്റിംഗ് സിസ്റ്റം ഉണ്ട്. അതുകൂടാതെ കൂടുതൽ ലൈറ്റിംഗ് സിസ്റ്റം ഇതിൻ്റെ ഭാഗമാക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട്. അതോടൊപ്പം മ്യൂസിക്കൽ ഫൗണ്ടൻ ഈ സമയങ്ങളിൽ സാധാരണ ഒരു ദിവസം ഒരു നേരം മാത്രമാണ് രാത്രി സമയത്ത് മ്യൂസിക്കൽ ഫൗണ്ടൻ ഉണ്ടായിരിക്കുന്നത്. എന്നാൽ ഫ്ലോർ ഷോയുടെ ഭാഗമായി ഈ 10 ദിവസവും 2 നേരങ്ങളിലായി മ്യൂസിക്കൽ ഫൗണ്ടനും നടത്തുന്നതിന് വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട്. 100,000-ലധികം ചെടികളാണ് ബൊട്ടാണിക്കൽ ഗാർഡനിലുള്ളത്. എല്ലാ ദിവസവും വൈകിട്ട് 6 മുതൽ 9 വരെ വ്യത്യസ്തങ്ങളായ കലാപരിപാടികളും ഉണ്ടായിരിക്കും. മിനി റിവർ സൈഡ് ബീച്ച്, മ്യൂസിക്കൽ ഫൗണ്ടൻ, നിരവധി സെൽഫി പോയിന്റുകൾ, വിവിധതരം സ്റ്റാളുകൾ, ഭക്ഷണശാലകൾ, അലങ്കാര ദീപങ്ങൾ എന്നിവയും പുഷ്പമേളയുടെ ഭാഗമായി ക്രമീകരിക്കും. മുതിർന്നവർക്ക് 100 രൂപയും കുട്ടികൾക്ക് 50 രൂപയുമാണ് പ്രവേശന നിരക്ക്. രാവിലെ 9 മുതൽ രാത്രി 9 വരെയാണ് പ്രദർശനം. ബിനീഷ് ആന്റണി, കേരള വിഷൻ ന്യൂസ്, ഇടുക്കി.